മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തോട് വീണ്ടും സഹായം ആവശ്യപ്പെടാൻ കേരളം ഒരുങ്ങുകയാണ്. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നാളെ കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം ലഭിക്കുന്നില്ലെന്ന് KV തോമസ് 24 പറഞ്ഞു. ഇപ്പോൾ വയനാട് ദുരന്തം വന്നു, അതുപോലെ മറ്റ് നാച്ചുറൽ കലാമിറ്റി വന്നു, കടൽ പ്രക്ഷോഭമുണ്ടായി. അപ്പോൾ അതിനൊക്കെ സഹായിക്കേണ്ട ഒരു ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. വയനാട് പ്രധാനമന്ത്രി വന്ന് കണ്ടതാണ്, പക്ഷേ സഹായമൊന്നും ലഭിച്ചിട്ടില്ല. കേരളത്തിൽ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സ് വർദ്ധിച്ചിട്ടുണ്ട്, മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് കൂടി കിട്ടേണ്ട സഹായം കിട്ടിയാലേ നമുക്ക് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, ശരിക്കും ഇത്രയും കാലമായും വയനാടിലെ അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പണം അനുവദിച്ചില്ല കേന്ദ്രം എന്നാണോ KV തോമസ് പറയുന്നത്? തീർച്ചയായിട്ടും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി മാസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും കേന്ദ്ര സഹായം വയനാട് ദുരന്തത്തിനായി മാറ്റിവെച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരമൊരു തുക ഇതുവരെയും നൽകിയിട്ടില്ല. മറ്റ് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടുള്ള ചില തുകകൾ മാത്രമാണ്, ഫണ്ട് മാത്രമാണ് ഇതുവരെയും അനുവദിച്ചിട്ടുള്ളത്. കേരളം ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള നിവേദന പ്രകാരമുള്ള ഒരു സഹായവും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്കായി സംസ്ഥാനം ഒരുങ്ങുന്നത്. സംസ്ഥാനത്ത് സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് നാളെ ഉച്ചയ്ക്ക് 3:30 ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുക. ആ കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം എന്നുള്ളത് ഈ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സഹായം ഉടൻ അനുവദിക്കണമെന്നത് ആവശ്യപ്പെടും. ഒപ്പം തന്നെ മറ്റ് പല പദ്ധതികൾ, ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി മൂലം മുടങ്ങിക്കിടക്കുന്ന മറ്റ് പദ്ധതികൾ, അതിൻ്റെ നടത്തിപ്പിനായുള്ള തുക അനുവദിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. ചില സാമ്പത്തിക ഞെരുക്കം ഇപ്പോഴും സംസ്ഥാനം നേരിടുന്നുണ്ട്. അത് കേന്ദ്ര സഹായം ലഭിക്കാത്ത ഒട്ടനവധി പദ്ധതികളുണ്ട്. അവിടെയെല്ലാം തന്നെ കേന്ദ്രത്തിന്റെ സഹായം വേണം എന്ന കാര്യം കൂടി ഈ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്നാണ് KV തോമസ് 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. ഉച്ചഭക്ഷണം അത് 60-40 എന്നൊരു സ്കീമിലേക്കാണ് മാറിയത്. അതായത് 60 കേന്ദ്രവും 40 സംസ്ഥാനവും എന്ന നിലയിൽ അതിൽ കേന്ദ്ര വിഹിതം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതും ധനകാര്യമന്ത്രി അറിയിക്കും. നിലവിൽ സാമ്പത്തിക ഒരു സ്രോതസ് സംസ്ഥാനത്തുണ്ടെങ്കിൽ കൂടിയും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ അത് കൃത്യമായി ലഭിക്കുന്നില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാനം ഉന്നയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്.